ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കേവർക്കും വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത് ഉദ്ധിതനായി സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെന്തക്കോസ്തി പെരുന്നാളിൻ്റെ ദിവസമാണ് ഈ ഞായർ. ഇന്ന് എവങ്കേലിയൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വേദഭാഗമാണ്. യഹൂദന്മാരുടെ പെരുന്നാളുകൾ 3 പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, വാരോത്സവ പെരുന്നാൾ, കൂടാര പെരുന്നാൾ എന്നിവയാണ് അവ. ആവർത്തന പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാട് അഥവാ സ്വാതന്ത്ര്യത്തിനെ അനുസ്മരിക്കുന്നു. വാരോത്സവ പെരുന്നാൾ സീനായി മലയിൽ വെച്ച് മോശയ്ക്ക് ഉടമ്പടി ലഭിച്ചതിൻ്റെ അനുസ്മരണമാണ്. കൂടാര പെരുന്നാൾ മരുഭൂമിയിലെ യാത്രയിൽ കൂടാരവാസത്തെയും ഓർമ്മപ്പെടുത്തുന്നു. 50-ാമത്തെ എന്നർത്ഥം വരുന്ന പെന്തക്കോസ്റ്റ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പെന്തക്കോസ്തി എന്ന പദം ഉത്ഭവിക്കുന്നത്. വാരോത്സവ പെരുന്നാളിന് ഫീസ്റ്റ് ഓഫ് വീക്സ് ഗ്രീക്ക് ഭാഷയിലുള്ള പദമാണ് പെന്തക്കോസ്റ്റ്. പെസഹ കഴിഞ്ഞ് 7 ആഴ്ച കഴിയുമ്പോൾ ആണ് വാരോത്സവ പെരുന്നാൾ. ആവർത്തന പുസ്തകം 16-ന്റെ 9-ഉം 10-ഉം, ലേവ്യ പുസ്തകം 23-ന്റെ 15-ഉം 16-ലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 50-ാമത്തെ എന്ന് അർത്ഥം വരുന്ന ഈ പേരുണ്ടായത്. യഹൂദന്മാരുടെ പെന്തക്കോസ്റ്റ് ഷവൗട്ട് എന്നറിയപ്പെടുന്നു. ആദ്യബല പെരുന്നാളിൻ്റെയും വിളവെടുപ്പിൻ്റെയും പെരുന്നാളായിട്ട് അനുസ്മരിക്കുന്ന ഇത് കൂടിയാണ് ഇത് എന്ന് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു. പെന്തക്കോസ്ത് പെരുന്നാളിന് 3 ശുശ്രൂഷകൾ, അതായത് വെള്ളം തളിപ്പിൻ്റെ ശുശ്രൂഷകളുണ്ട്. ഇത് തൃത്വത്തെ കാണിക്കുന്നു. സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ് തൃത്വവിശ്വാസം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 28-ാം അധ്യായം 19-ൽ പറയുന്നത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിക്കുന്നതിന് ശിഷ്യന്മാരെ വരമേൽപ്പിച്ചതായി ഇവിടെ നമുക്ക് കാണാം. പുതിയ നിയമ പെന്തക്കോസ്തി മർക്കോസിൻ്റെ മാളികയിൽ അപ്പോസ്തലന്മാരും വിശുദ്ധ കന്യമറിയാമും ഉൾപ്പെടുന്ന ഏകദേശം 120 പേരുടെ മേൽ പരിശുദ്ധാത്മ വാസം ഉണ്ടായതിൻ്റെ അനുസ്മരണമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 13 മുതൽ 15 വരെയും 2-ാം അധ്യായം 1 മുതൽ 4 വരെയും ഉള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഇത് വളരെ ക്ലിയറാവും. ഈ പരിശുദ്ധാത്മ വാസം യേശുക്രിസ്തുവിൻ്റെ വാഗ്ദാനമായിരുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അയക്കും എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരുമെന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യത്തിലും പറയുന്നുണ്ട്. ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 22-ാം അധ്യായം 28-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അത് ഈ പുതിയ നിയമത്തിൽ നടക്കുന്നതൊക്കെയും ഈ പഴയ നിയമത്തിലെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് എന്നുള്ളതിന് നമുക്കേവർക്കും അറിയാമല്ലോ. പെന്തക്കോസ്തി പെരുന്നാൾ ആവർത്തന പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യത്തിലും പറയുന്നുണ്ട്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് എന്നത് വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു ഭാഗമാണ്. 2-ാം ഖണ്ഡിക നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് എന്ന് തുടങ്ങുന്ന ആ ഭാഗം നമ്മൾ ധ്യാനിച്ച് വായിക്കുമ്പോൾ ഓർക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇന്ന് നാം കേട്ടതായ വേദഭാഗം ശിഷ്യന്മാരെ ഉറപ്പിക്കുകയും ഗുണദോഷിക്കുകയും ചെയ്യുന്നതായി മനസ്സിലാക്കാം. യാത്രയാകാൻ ഒരുങ്ങുന്ന യേശു തൻ്റെ ശിഷ്യന്മാരുടെ ദൗത്യത്തിനു വേണ്ട നിർദ്ദേശങ്ങളും അവരുടെ കാര്യസ്ഥതയും സഹായകനായും നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചും വ്യക്തമാക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് വിവിധ വിശേഷണങ്ങൾ ഉണ്ട്. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്,
ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് എന്നിവയാണ് എന്ന് മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളാണ് ഉള്ളതെന്ന് ഏവർക്കും അറിയാം. ഗലാത്യർ 5:22-23 ആദ്യ ഭാഗം നോക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയാണല്ലോ ഇവ. ആത്മാവ് സത്യത്തിൽ വഴി നടത്തുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം. ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. റോമർ 8:26. സകലവും ഉപദേശിച്ചു തരികയും യേശു ക്രിസ്തു കൽപ്പിച്ചതൊക്കെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യമനുസരിച്ച് നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കർത്താവിനായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.